ഹലോ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഒരു കിടക്കാച്ചി കിണ്ണങ്കാച്ചി മന്തിന്ന് സ്റ്റാർട്ടാക്കാം. ഇതൊരു മന്തി റെസിപ്പീൻ്റെ വ്ളോഗൊന്നുമല്ല, ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അങ്ങനെ മന്തിയിലും തിന്നിട്ട് നമ്മൾ ഒരു ബർത്ത്ഡേ ഹാമ്പറിനുള്ള ഐറ്റംസ് പർച്ചേസ് ആക്കാനും വേണ്ടിയിട്ടാണ് പോവാങ്കി എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറേ കാസർഗോഡ് പോകാത്തത്, കാസർഗോഡ് കാണാനായിട്ട് കരക്കരയാണ് ഉണ്ടായിന്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർഡറെല്ലാം കിട്ടിയെങ്കിൽ പോലുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് ഓർഡറൊന്നും കിട്ടുന്നുണ്ടായിട്ട് അതുകൊണ്ടാണ്. ഇപ്പോൾ ചെറിയൊരു ഓർഡർ കിട്ടിന്, ഒരു ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ആക്കാനും വേണ്ടിയിട്ട്. ഒരു ഉമ്മാൻ്റെയും കുഞ്ഞിൻ്റെയും ബർത്ത്ഡേ സെയിം ഡേ ആണ്. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സും പിന്നെ ചോക്ലേറ്റും കാര്യമെല്ലാം വാങ്ങാൻ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ചിക്കൻ്റെ സൈസും മുഞ്ചും നോക്കുന്ന കണ്ടെങ്കിൽ വിചാരിക്കും ഇപ്പം ആ ലെഗ് പീസ് ഫുൾ ഓള് തിന്നിട്ട് തീർക്കും. പക്ഷെ അതെല്ലാം നടക്കാത്ത സ്വപ്നമാണ്. കാസർഗോഡെല്ലാം പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഹെൻസുൻ എന്തോ ദുബൈക്ക് പോകുന്ന പോലെയാണ്. നമ്മൾ എവിടെ പോകാനൊരുങ്ങിയാലും ഇത് ഈ സാധനം അടിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഒരു ട്രെയിനൊന്നുമല്ല, 2-3 ട്രെയിനെല്ലാം ഉണ്ടാകും. അങ്ങനെ ഞാൻ കാസർഗോഡ് എത്തി. ഫസ്റ്റ് തന്നെ ഞാൻ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നുള്ളത്. എനിക്ക് ഓർഡർ തന്ന കസ്റ്റമറിൻ്റെ വൈഫിനും മോക്കും ഡ്രസ്സ് എടുക്കണം. രണ്ടാളും ബർത്ത്ഡേ സെയിം ഡേ ആണ്. പിന്നെ ഫസ്റ്റ് ഈ കാണുന്ന പീച്ച് കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പിന്നെ വർക്ക് ഓവർ ആയതുകൊണ്ട് അത് ക്യാൻസലാക്കി. പിന്നെ ലാസ്റ്റ് പർപ്പിളാണ് സെലക്ട് ആക്കിയത്. അതാകുമ്പോൾ അത്ര വർക്കില്ല, കുറച്ച് പൂവും പൂക്കൊലിയും മുന്തിരിക്കൊലിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇല്ലേ, ഇതിൽ കാണുന്ന ഡ്രസ്സിൻ്റെ എല്ലാ പാങ്ങിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഈ ഷോപ്പിലത്തെ ഇൻറ്റീരിയർ ടീമിന് കൊടുക്കുന്നു. കാരണം അമ്മാതിരി ലേറ്റാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഡ്രസ്സ് ഉള്ളിൽ നിന്ന് കാണുന്നത് ഒരു കളർ, പുറത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കാണുന്നത് വേറൊരു കളർ. അങ്ങനെ കുഞ്ഞിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ആടിന് നേരെ മൗലവിയിലേക്ക് പോയി. പിന്നെ നമ്മളെ ക്രാഫ്റ്റിൻ്റെ A to Z സാധനം മൗലവി ബുക്ക് ഡിപ്പോട്ടിലുണ്ട്. പിന്നെ ഈ കാണുന്ന ട്രോളീസെല്ലാം നല്ല ഓഫർ റേറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഹെൻസുവിനെ പോലെ തന്നെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന സ്വഭാവം. ചെറിയ ചെറിയ ഗിഫ്റ്റെല്ലാം കൊടുക്കുന്നെങ്കിൽ അത് ഇങ്ങനത്തെ ഗിഫ്റ്റ് കവറിലിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ എന്തെല്ലോ ക്യൂട്ടായിട്ടുള്ള ബാഗെല്ലാം ഉണ്ട്. പിള്ളേർക്കെല്ലാം പെരുന്ന പൈസ ഇട്ടിട്ട് വെക്കാം. പിന്നെ കുറേ പുതിയ ടൈപ്പ് ഹാമ്പർ ബോക്സസ് എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഈ കാണുന്ന റെഡ് കളർ ബോക്സാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഇടുന്നാകെ ഒരു ബോക്സ് എടുക്കാനുണ്ടായിട്ടു. എൻ്റെ ശാന്ത സ്വരൂപിയും അനുസരണാശീലമുള്ള മോളെ അടുക്കി ഇരുത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബലൂൺ ഊതി കൊടുത്തത്. പിള്ളേരെ പറ്റിക്കാനും വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ കുറേ പേപ്പറാച്ചി സാധനമെല്ലാം ഇവിടെ ഉണ്ട്. കാണാൻ നല്ല പാങ്ങുണ്ട്. ഇതിപ്പോൾ ഏത് തലേന്ന് എടുക്കണമെന്ന് അറിയുന്നില്ല. ഹെൻസിനോട് ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷന്. പക്ഷേ എനിക്ക് ഈ ഓർഡറിൽ അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആടുന്ന് കീനിന് കുറച്ച് ചോക്ലേറ്റെല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് നമ്മൾ നേരെ മേൽപ്പറമ്പ് മിസ്റ്റർ ബേക്കറിന്നാണ് വാങ്ങുന്നത്. അവിടെ എത്തിയ സമയത്ത് നല്ല മഴ പെയ്തിന്. നേരത്തെ വരണമെന്ന് വിചാരിച്ചിട്ടാണ് പോരേന്ന് കീനിനെ തന്നെ. പക്ഷെ അത് എങ്ങനെ കാസർഗോഡ് പോയെങ്കിലും ഒരു ദിവസം ഫുള്ളാണ്. അങ്ങനെ ഡയറി മിൽക്ക്, ഗാലക്സി, കിറ്റ്കാറ്റ്, സ്നിക്കേഴ്സ്, കിസ്സസ്, കിൻഡർ ജോയ് അങ്ങനെ കുറച്ച് ചോക്ലേറ്റ് വാങ്ങി. ഇത് പിന്നെ എനിക്കും വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അങ്ങനെ നിമിദിനം പ്രമാണിച്ചിട്ട് നമ്മൾ ആ കട്ടക്ക പള്ളിയും പിന്നെ കള്ളനാട്ട പള്ളിയെല്ലാം ചമയിച്ചിട്ടിരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയെല്ലാം കാസർഗോഡ് പോയിട്ട് കായ് കിട്ടാത്തിയാക്കിയാണ് ഉമ്മ ഇപ്പോൾ ഇവിടെ മൗവല് മദീനയിൽ വന്നിട്ട് കായ് വാങ്ങുന്നത്. വേറെ എന്തോ അല്ല, ഇവിടെ കുറച്ച് ഓഫറിൽ സാധനം കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ മുട്ട, അങ്ങനത്തെ എന്തെല്ലാം. അപ്പോൾ ഓക്കെ, എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.